ഇന്ന് അയോഗ്യനാവില്ല. ചരിത്രത്തിൽ ആരുടെയും അവധി BJP തള്ളിയിട്ടില്ല. തങ്ങളെ അവിശ്വാസം വോട്ടിനിട്ട് പുറത്താക്കാൻ പ്രതിപക്ഷം ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ. ഇങ്ങനെ നെഞ്ചുവിരിച്ച് തലസ്ഥാന നഗരിയിൽ മേയർ VV രാജേഷ് നിൽക്കുമ്പോൾ LDFും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ലക്ഷ്യം ഒന്നു മാത്രം, നൂൽപാലത്തിന്റെ ബലത്തിൽ കിട്ടിയ BJP ഭരണം താഴെ വീഴ്ത്തുക. അതിനായി വോട്ടിനിട്ട് തോൽപ്പിക്കാൻ തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷം നിൽക്കുമ്പോൾ BJP ചില്ലറ വിയർക്കലൊന്നുമാകില്ല വിയർക്കുക. കാപ്പ കേസിൽ അകത്ത് കിടക്കുന്ന സുഗതന് ഇന്നും കൗൺസിൽ യോഗത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ BJPയുടെയും സുഗതന്റെയും കാര്യം കട്ടപ്പുക. അവധി അപേക്ഷ കൗൺസിൽ തള്ളുകയും വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തുകയും ചെയ്താൽ ഏത് സാഹചര്യത്തിലാണ് ഒരു കാപ്പ കേസ് പ്രതിക്ക് അവധി അനുവദിച്ചതെന്ന് മേയർക്ക് കമ്മീഷൻ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഇത്തവണ LDFും UDFും ഒന്നിച്ച് പണി കൊടുക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ്. അവധി അപേക്ഷ വോട്ടിനിട്ട് തള്ളിയാൽ സുഗതൻ പുറത്താകും. അങ്ങനെയെങ്കിൽ BJPയുടെ കസേര ഇളകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സുഗതന്റെ സത്യപ്രതിജ്ഞ അസാധുവായതിനു പിന്നാലെ BJPക്ക് ആശ്വാസമായി ഹൈക്കോടതി സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കി. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ജയിലിൽ സത്യപ്രതിജ്ഞ നടത്തി സുഗതന്റെ കാര്യത്തിൽ ആശ്വസിച്ചിരിക്കുന്ന BJPക്ക് വീണ്ടും ഇരുട്ടടിയാവുകയാണ് ഒരു കൗൺസിലർ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കുന്ന മാനദണ്ഡം. തദ്ദേശ സ്വയംഭരണ നിയമത്തിലെ ആർട്ടിക്കിൾ 91 പ്രകാരം ഒരു കൗൺസിലർ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അയാളെ അയോഗ്യനാക്കാൻ സാധിക്കും. കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിലും സുഗതൻ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഈ നീക്കത്തെ നിയമപരമായി നേരിടാനാണ് BJP ശ്രമം. അയോഗ്യത മറികടക്കാൻ അഭിഭാഷകർ മുഖേന കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതൻ മേയർക്ക് അവധി അപേക്ഷ നൽകി. മാസത്തിൽ ഒരു കൗൺസിൽ യോഗം നിർബന്ധിതമാണെന്നിരിക്കെയാണ് ഇന്ന് കൗൺസിൽ വിളിച്ചിരിക്കുന്നത്. ഈ മാസത്തെ കൗൺസിലും സുഗതൻ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഒന്നിലധികം കേസിൽ പ്രതിയായ സുഗതൻ വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ക്ഷേത്രത്തിൽ ഉണ്ടായ കേസിലാണ് അറസ്റ്റിലാകുന്നത്. ഒളിവിൽ കഴിഞ്ഞ സുഗതൻ വീട്ടിലുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ച പോലീസ് വീട്ടിലെത്തുകയും BJP അംഗങ്ങളും പോലീസുമായി ഉണ്ടായ സംഘർഷാവസ്ഥയെ തുടർന്ന് ആകാശത്തേക്ക് വെടിയുതിർത്തുമാണ് പോലീസ് സുഗതനെ പിടികൂടിയത്. അങ്ങനെ വീണ്ടും BJPക്ക് കീറാമുട്ടിയായി സുഗതൻ മാറുകയാണ്.